അതെ വേണു, ഈ സ്വർണ്ണപ്പല്ലെന്ന് പറയുമ്പോ അത് എത്ര പവൻ കാണും? നമ്മുടെ ചെലവിനുള്ള എന്നാലും കാണും. നിങ്ങളുടെ അച്ഛന്റെ പല്ലല്ലേ, 916 ആയിരിക്കും, നല്ല വില കിട്ടും. അടിപൊളി. എന്താ നീ ഈ ഫോൺ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കും ഏതാണ്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പരാതി കിട്ടില്ല. ഈ പരാതി എവിടുന്ന് കിട്ടി? പരാതി കിട്ടിയത് നിന്റെ പെങ്ങന്മാരുടെ അടുത്തുനിന്ന് തന്നെയാ. ഓഹോ, ഞാനിത് യൂസ് ചെയ്യുന്നത് എനിക്ക് PSC പഠിക്കാനും അതിന്റെ ഗ്രിഡൊക്കെ ഡൗൺലോഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. നീ ഫോണിൽ വേണ്ടാതിനൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ അക്ഷരം പ്രതി എനിക്ക് അറിയാൻ വഴിയുണ്ട്. സൈബർ സെല്ലിൽ എനിക്ക് ആളുള്ള. സൈബർ സെല്ലോ? ആര്? ഫെർണാണ്ടസ് ഡിസൂസ. കണ്ടാ തന്നെ പേടിയോ, ഒരു കൊമ്പമീശക്കാരൻ. ഇപ്പൊ കണ്ടുപിടിക്കാൻ ഒരു ഡിസൂസയുടെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഫോണിൽ നല്ല നല്ലൊരു ആപ്പൊക്കെ ഉണ്ട്. എന്തോന്ന്? PMT, അതായത് പേഴ്സൺസ് മൈൻഡ് തെറപ്പി ആപ്പ്. ഇത് ഉപയോഗിക്കാൻ ഭയങ്കര പാടല്ലേടാ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? യവൻ പറയാൻ തന്നെ പാടുപെടുന്നു, അപ്പൊ ഉപയോഗിക്കാൻ എന്ത് കഷ്ടപ്പാടായിരിക്കും. അതെ, അതൊക്കെ വെച്ച് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന കാര്യം, നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം എല്ലാം സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ പറ്റിക്കാൻ നോക്കണ്ട. അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യാൻ നിൽക്കും. സ്കാൻ ചെയ്യാൻ സമ്മതിക്കില്ല. മൈൻഡ് റീഡ് ചെയ്യട്ടെ. എന്നാ കൈയെങ്കിലും ഒന്ന് കാണിക്കാം. കൈ ഞാൻ കാണിക്കില്ല. കൈ കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോ അവൻ എന്നെ റീഡ് ചെയ്യാൻ പോകും. ഇതെന്ത്? അച്ഛന്റെ കൂട്ടുകാരൊക്കെ കളിയൊന്നും വേണ്ട. എന്നാ അച്ഛനെ സ്കാൻ ചെയ്യട്ടെ. കൈയെങ്കിലും കാണിക്കാം. അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. വിട്ടുകളി. ഇതെന്തോന്ന് നിനക്ക്? പെങ്ങന്മാർന്ന് എഴുതി വിട്ടാളെ വിളമ്പര എനിക്കിട്ട് മാറാവണേ നോക്കുന്ന ഒരു പണി കൊടുത്തോട്ടെ തന്നെ കാര്യം. എടാ പുണ്ണി ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേ. എടാ മോനെ, ഇതെന്താണെന്നൊന്ന് പറഞ്ഞേടാ. അതെന്താണ് വെച്ചാ, ഓ ഇത് മംഗ്ലീഷ് ആണ്. എന്താണ് വെച്ചാ അതൊക്കെ എനിക്ക് മനസ്സിലായി, നീ പറ അതെന്താണെന്ന് വെച്ചാൽ വായിക്കും. ഇതെന്താണെന്ന് വെച്ചാ, ഗീത എന്ന് പറഞ്ഞ ഒരാള് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കമന്റ് ആയിട്ട് പുഷ്പ പ്രകാശ് എന്ന് പറഞ്ഞ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. എടാ അത് എന്താ എഴുതിയെന്നൊന്ന് വായിക്കാനാ പറഞ്ഞത്. പുഷ്പ പ്രകാശൻ എന്റെ അമ്മയല്ലേ? എന്റെ അമ്മയ്ക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അവളുടെ അമ്മായിയമ്മ ഞാനല്ലേ? അതെ. അവളെ ഇഷ്ടപ്പെടാൻ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഇവളാണ് തീരുമാനിക്കുന്നത്? അതെ. അല്ല അല്ല അല്ല, ഇങ്ങോട്ട് കൊടുക്കാടാ, അവളെ ഞാനിന്ന് കാണിച്ചു കൊടുക്കാലോ. എന്താടി ഞാൻ ആലോചിക്കായിരുന്നേ, അവൻ അച്ഛനെ നല്ലത് കിട്ടിയിട്ടുണ്ടാവും. അവന് നല്ലത് കിട്ടിയിട്ടുണ്ടാവും. അവന്റെ ചെവിക്കല്ല് പോയിട്ടുണ്ടാവും. ഇതാരിത്? 100 ആയുസ്സുള്ള ചെക്കന്. എന്താടാ പറ്റിയേ? നിനക്ക് നല്ലത് കിട്ടിയോ അച്ഛൻ്റെ? നല്ലത് കിട്ടി. വയറ് നിറഞ്ഞല്ലേ? പേടിച്ചു പോയി കാണും. ഒച്ചോ, ഞങ്ങൾ പേടിച്ചു പോയേ. എടാ നിനക്ക് ഏത് നേരം ഈ ചെടി നനക്കലും ചെടി നടലൊക്കെ ഉള്ള പണിയൊന്നുമില്ലേ? പിന്നെ നിന്നെയൊക്കെ പല ഇങ്ങനെ വല്ലവനെ കുറ്റം പറഞ്ഞാൽ നടക്കണം രാവിലെ തൊട്ട്. പാവൻ ചെക്കൻ ചീത്തയായിട്ട് പേടിച്ചു പോയി. പേടിച്ചു പോയി. അങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ നാട്ടുകാർ ഏത് പെണ്ണുങ്ങളെ എന്താ ചെയ്ത് നിനക്കൊക്കെ നീയൊക്കെ തലേ കയറി നിരങ്ങുന്ന എന്നെ ഒഴിച്ചങ്ങോ. നീയൊക്കെ ചുമ്മാ തലേ കയറി നിരങ്ങല്ലേ എത്ര ഉടനെ പറഞ്ഞേക്കും. നിന്റെ കഥയൊക്കെ എനിക്ക് അറിയാടി. എടി സരിതേ മോളെ, നമ്മുടെ അച്ഛൻ മരിക്കുമ്പോഴേ എത്ര സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നടി? 3 എണ്ണം അല്ലേ? അത് നീ എടുത്തായിരിക്കും അല്ലയോ? എന്താ? എൻ്റെ ഒക്കെ അങ്ങനെ അല്ലല്ലോ വേറെ ചിലരൊക്കെ പറഞ്ഞത്. എന്താ? ഹലോ ഹലോ വച്ച ആടി പുതിയ കാറ് തന്നെ. അല്ല എന്റെ സഞ്ജു പറഞ്ഞു അതിൽ കിടക്കാനും ഇരിക്കാനെല്ലാം പറ്റൂന്ന്. ഇങ്ങനെ കുളിക്കാനെല്ലാം ഉള്ള സൗകര്യം ഉണ്ട് പോലും. അവൻ പറയുന്നത് കുറച്ച് വലിയ പൈസയുടേതാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതെ, ആ കൂടോത്രം ഗീതയുടെ ഫോട്ടോയുടെ അടിയിലേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എന്തിനാ കമന്ററി എഴുതിയത്? കമന്ററി അല്ല, കമന്റ്. അത് എഴുതിയത് എന്തിനാ? അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമല്ലേ, പിന്നെ എങ്ങനെയൊക്കെ എഴുതാൻ പോണേ? എന്റെ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല. അത് എളുപ്പം അങ്ങ് മാച്ചു കളഞ്ഞേ. അത് മാച്ചു കളയാനേ. മായ്ച്ചു കളയാൻ ഇത് സ്ലേറ്റ് അല്ല, ഫോണാ.
ആഹാ അപ്പൊ നീ മായ്ക്കില്ല എടി ഇത് എനിക്ക് മായ്ക്കാനൊക്കെ എന്റെ അപ്പൂനെ എന്നെ പഠിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടോ ഞാൻ മായ്ച്ചു തരാം ആ അങ്ങനെ മായ്ക്കാൻ പറ്റില്ല ഇത്. എടി മോളെ അങ്ങോട്ട് കൊണ്ടുവന്നാ ഇതങ്ങനെ മായ്ക്കാൻ പറ്റില്ല. ഇല്ല പറ്റില്ല അതന്നെ. എനിക്ക് അവളെ ഇഷ്ടമല്ല അങ്ങനെ എഴുതാനും പറ്റില്ല ഇവിടെ തന്നെ അങ്ങനെ 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 പറ്റൂല എന്റെ ഫോൺ ഫോൺ വലിക്കാൻ പാടില്ല. എന്റെ ഫോൺ കൊണ്ടു ഞാൻ മാറ്റോളാം ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ ഇവിടെ താടി അയ്യോ എന്റെ പൊന്നേ. നീ എന്നെ അങ്ങോട്ട് എഴുതിപ്പിക്കാറോടി നീ എന്നെ അവിടെ കിടക്കടി ഞാൻ എടുക്കില്ല എന്നെ അമ്മടി തള്ളയുടെ വിചാരം പൂട്ടും താക്കോലോട്ട് പൂട്ടുന്ന സാധനം ഫേസ്ബുക്ക് എന്താ ആരോഗ്യം